പാവങ്ങളുടെ ചോര കുടിച്ച് വളർന്ന അട്ടയാണ് നീ. മിസ്റ്റർ മുരളീധരൻ, ഈ ഓഫീസിൽ വെച്ചായതുകൊണ്ട് തൽക്കാലം തന്നെ ഞാൻ വെറുതെ വിടും. എവിടെ വരണമെന്ന് പറയടാ, ഞാൻ അവിടെ. ഈ അവസ്ഥയിൽ എങ്ങനെ സംഭാവന കൊടുക്കും? പറഞ്ഞിട്ട് പോലെയല്ല, ഗംഭീര ഉത്സവ മുതലാളി. നമുക്ക് ഒരു വിശ്രമമില്ലാതെ ഓടണമെങ്കിൽ സ്പെഷ്യൽ ബാറ്റ് തരണം. അത് പിന്നെ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമുണ്ടോ ചാത്തു കുടിച്ചേട്ടാ? മുതലാളി അറിഞ്ഞു ചെയ്യും. फेस्टिवल आने वाला है. ഈശ്വര, किसी फेस्टिवल में चला रहे हो बस को. വെള്ളാരപ്പൂമലമേലെ ഓണത്താറാടി വരുന്നേ. उस बस में रहना पड़ रहा है क्योंकि जिस तरह के हाल है इसके ड्राइवर के. बहुत तेज चला रहा है बस, देखो. हाँ, चलाता भी अच्छे से नहीं है. तभी तो लगी थी उस लड़की की चोट. फेस्टिवल है. ആലകളിൽ പാലമൃതാലകിടുച്ചുരന്നു. आइसक्रीम मिलने जा रहा है. ആലകളിൽ പാലമൃതാലകിടുച്ചുരന്നു. മാമ്പൂമണവും കുങ്കുമമേറ്റു. വെള്ളാരപ്പൂമലമേലെ പൊൻകിണ്ണം നീട്ടി നീട്ടി താറാടി വരുന്നേ. सब क्यों चला रहे बस में? ओ स्टक आ गया. आज तो फिर है भीड़ बस में इतनी सारी. हाँ भगा दी बस. उसने चलते रह सकते मत रोक. तो ऐसे में दिक्कत नहीं होगी जाएगा उनके लिए. हो सकती है दिक्कत. നന്ദുണി പാട്ടാളി പണൻ വരുമ്പോ, നന്ദുണി പാട്ടാളി പണൻ വരുമ്പോ हॉस्पिटल में भयंकर. അറിയാതൊരു പനി നീരിലെ മഞ്ഞു പൊഴിഞ്ഞേ. മഞ്ഞു മുകിലാരപ്പട്ടു ചുറ്റി ഓണത്താടി വരുന്നേ. ഓണത്താ ആകാശപ്പൂമുടി ചൂടി മുകിലാരപ്പട്ടു ചുറ്റി ഓണത്താടി വരുന്നേ. लड़की आ गई. इसके ऑफिस में आ रही है ना. കുട്ടി എന്താ घर है तो ഇവിടെ? घर है. നിങ്ങളുടെ വാക്ക് ഞാൻ വിശ്വസിച്ചു. കാര്യങ്ങൾ നോക്കിക്കോളാന്ന് പറഞ്ഞിട്ടിപ്പോ कार में गए. എന്താ ഇത്? ഇയാൾ എന്നെ ചതിച്ചു, എന്റെ ജീവിതം നശിപ്പിച്ചു. അയ്യോ, എനിക്കൊന്നും കേൾക്കണ്ട. ചെറിയേട്ടത്തി, എനിക്കെല്ലാം മനസ്സിലായി. कुछ और समझने लगी. നോക്കിക്കോളാന്ന് പറഞ്ഞില്ലേ? പറഞ്ഞു. അങ്ങനെ പറഞ്ഞോ? എപ്പോഴാ? ഞങ്ങളൊക്കെ പട്ടിണി കിടന്ന് ചത്തിട്ടോ? അയ്യോ, എന്റെ ഗുരുവായൂർ. വീണ് കാലൊടിഞ്ഞു. ധനസഹായം ചെയ്യാമെന്ന് ഞാൻ പറഞ്ഞു. തിരക്ക് കാരണം എനിക്ക് അതിന് കഴിഞ്ഞില്ല. അതിനെ ചതിച്ചു വഞ്ചിച്ചു എന്നൊക്കെ പറഞ്ഞ് ബഹളം ഉണ്ടാക്കുന്നത്. ചതി 50 രൂപയോ? പിന്നെ എത്ര വേണം? 50 രൂപ. ഒരു ദിവസത്തെ മരുന്നിനും ഇഞ്ചക്ഷനും തന്നെ 100 രൂപയാവും എനിക്ക്. ഉറപ്പ്? അതോ അന്ന് പറഞ്ഞ പോലെ? തരാൻ കുട്ടി, ഞാൻ അങ്ങ് ഓടി പോകുന്നില്ല. फायदा उठा रही है ये लड़की. ചേച്ചി ഒന്ന് ഓർമ്മിപ്പിക്കണേ. ചേച്ചി എന്തിനാ? खतरनाक है ये भी. घर क्यों आ गई बस? എന്താ?
ചേട്ടാന്ന് അവൻ പറഞ്ഞു. ആയിക്കോട്ടെന്ന് ഞാനും പറഞ്ഞു. ഈ നേരം വരെ അവനെ കാണാതായപ്പോ ഞങ്ങൾ രണ്ടുപേരും കൂടി അവന്റെ വീട്ടിൽ ചെന്ന് നോക്കി. ബാക്കി पैसे लेके തരാന്ന് അവൻ പറഞ്ഞു. ഞാനത് സമ്മതിക്കുകയും ചെയ്തു. അത് വിഡ്ഢിത്തരായിപ്പോ അല്ലേ മുരളി, മഹാ വിഡ്ഢിത്തരായിപ്പോയി. അപ്പോ अबे इसी मूवी का रीमेक बना हुआ है ना हिंदी में भी शायद चल चला चल हाँ वलसा? गोविंदा वाली जो थी चल चला चला जिसमें गोविंदा और वलसा? राजपाल यादव था क्योंकि सारी चीजें वैसी तो हो रही है इसमें भी इसी का रीमेक होगा മനസ്സിലായില്ല. ഞാൻ ആരാണെന്ന് അവന് മനസ്സിലാവും. വിളിക്കവനെ. उसमें भी ऐसी बात इल्लो। पैसे നോണ लेके പറയരുത്. उसके അവൻ എവിടെ പോയി വിളിച്ചാലും ഞാൻ കണ്ടുപിടിക്കും. നിങ്ങൾ അവന്റെ അച്ഛനായതുകൊണ്ട് ഞാൻ അവന്റെ ഡിപ്പോസിറ്റ് വാങ്ങിച്ചില്ല. കയ്യിൽ കൊടുത്താൽ കള്ളനും കക്കയില്ലെന്നൊരു ചൊല്ലുണ്ട്. ഇവൻ കള്ളനല്ല, പെരും കള്ളനാ. അന്യനായിട്ട് ഞാൻ അവനെ വിശ്വസിച്ചു. ഉണ്ടായിരുന്ന കാശ് മുഴുവൻ എടുത്തുകൊണ്ട് നിങ്ങൾ മകൻ മുങ്ങിക്കളഞ്ഞു. ഞാൻ അവനെ വെറുതെ വിടുമെന്നൊന്നും വിചാരിക്കണ്ട. ഇതെല്ലാം കണ്ടുകൊണ്ട് മോളിൽ ഒരു നമുക്ക് പോലീസിനൊരു सारे പെറ്റീഷൻ पैसे കൊടുത്താലോ? लेके वो അത് ഞാൻ उसके पास ആലോചിക്കാഞ്ഞിട്ടല്ല. जाना चाहिए ऐसे। പക്ഷെ അവന്റെ അച്ഛനെ അമ്മയും കണ്ടില്ലേ, പാവങ്ങള്. करना नहीं चाह रहा है क्योंकि उसके पेरेंट्स गरीब है ना ഇപ്പൊ തന്നെ तो उन्हें प्रॉब्लम ടയറിന് होगी കാശ് ये सोच रहा കൊടുക്കാനുണ്ട്, हूँ വർക്ക്ഷോപ്പിലും കുറെ കടണ്ട്. എന്നാ പിന്നെ ഏട്ടന്മാരോട് വല്ലതും കടം ചോദിക്കാനോ? രൂപ അവരുടെ കയ്യിൽ നിന്ന് വാങ്ങിക്കാം. അതൊക്കെ വലിയ പലിശ ആവില്ലേ? ഒന്നും സാരമില്ല, തൽക്കാലം കാര്യങ്ങൾ നടക്കട്ടെ. വാ. लोन ले रहा अब लोन ले रहा है किसी से अबे RC बुक. अच्छा उसने वो कर दिया गिरवी रख दी शायद अपनी बस अच्छा इंटरेस्ट भी Thank you, sir. लगेगा ശരി. इंटरेस्ट भी लगेगा उसमें ആ എന്തായി? ഓക്കെ, നേരെ ടയറുകാരൻ്റെ അടുത്തേക്ക് പോവാം. അല്ല മുരളി, ബസ് जो एक बार ही पढ़ता रहता ചാത്തുട്ടിട്ടാ, സ്പീഡ് അധികം വേണ്ട. ആ. സുഹൃത്തുക്കളെ, എല്ലാവരും ഒന്ന് സഹായിക്കും പ്ലീസ്. സാറ് എവിടേക്കാണ്? PC അതെവിടാണ്? പോലീസ് കോൺസ്റ്റബിൾ. पुलिस कांस्टेबल PC അല്ലാത്തവരാരെങ്കിലും ഉണ്ടോ? टिकट ഞാൻ मत दे PC बोला അല്ല. ആ, സാർ എവിടേക്കാണ്? ഞാൻ ചാത്തൂട്ടിയുടെ ബന്ധുവാ, എനിക്ക് ടിക്കറ്റ് വേണ്ട. अभी बूढ़ा आदमी बैठा है अबे फिर आगे इस बार तो छोड़ेगा नहीं है क्योंकि उस टाइम इसने बस रोक नहीं दी ദേ ആ പിശാച് കൈ കാണിക്കണു. अबे बे 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 ओ भयंकर वो तो मारने वाला था കിട്ടിയില്ല. ചവിട്ടിട്ട് കിട്ടിയില്ലേ സാർ? Shut up, you killer. Do you want to finish off me? You bloody murderer. To teach me beggar. അന്ന് നിർത്താതെ പോയ തന്നെ നിർത്തിക്കാൻ വേണ്ടിയാ ഞാനിപ്പോ റോട്ട് കയറി നിന്നത്. സാറേ, എനിക്ക് ഭാര്യയും 3-4 കുട്ടി. ये उसको बोल रहा ഞാൻ നോക്കണ്ട. അല്ല സാർ, അന്ന് ഉത്സവം ഈ ഓവർലോഡ്. മനസ്സിലായി. अच्छा उस दिन की बात कर रहा हूँ റൂൾ 113(1) കാ പ്രകാരമുള്ള പ്രശ്നം കുറ്റം. അന്ന് പറഞ്ഞത് മുഴുവൻ വേദവാക്യമായി എടുത്ത് പ്രവർത്തിച്ചവനാണ് ഞാൻ സാർ. സാർ, ഞാൻ ടയർ റീസോൾ ചെയ്തു സാർ. ഫസ്റ്റ് എയ്ഡ് ബോക്സിൽ 1000 താൻ കണ്ടക്ടറുമായി സർ. അപ്പൊ സെക്ഷൻ 96 പ്രകാരം തന്നെ ശിക്ഷിക്കാനുള്ള വകുപ്പുമായി സർ. अबे अबे यूनिफॉर्म नहीं है ഞാൻ വിചാരിച്ചാൽ ഒരു ബസ് ഓണറെ കൊണ്ട് കുത്തുപാള എടുപ്പിക്കാൻ കഴിയും. സാർ, എന്തൊരു കഷ്ടമാണ് സാർ. क्यों ഇനി बोला അറിയേണ്ടത് कंडक्टर വൈപ്പറിന്റെ കാര്യമാണ്. വൈപ്പർ വർക്ക് ചെയ്യില്ല. എന്തിനാ സാർ, പുഴുങ്ങി തിന്നാനാണോ? ഇവിടെ ആ വൈപ്പർ പറിച്ചോണ്ട് കൊടുക്കണോ? ഇയാൾ പുഴുങ്ങി തിന്നട്ടെ. ഇപ്പൊ പേഴ്സണൽ ഇൻസൾട്ടുമായി. ആയി. गुस्सा आ गया जाके, ओ जाके। बैंग हाँ। अब तो सीधे झगड़ा कर दिया उसने उससे ഹംസേ, ഇത് അന്ന് കണ്ട കാക്കി പാനും ഷർട്ടും എപ്പോ കൊടുത്തതാ? ഇല്ല, കൊടുത്തില്ല. ഇപ്പൊ കാശ് തരും. നിങ്ങൾ തുണി എടുത്ത് തുന്നി തരണം. എന്താന്നറിയാ, തീരെ സമയമില്ല, അതുകൊണ്ടാ. चाहिए उसे आधे घंटे में ശരിയാണ്, സമയം പിടിക്കും. അല്ല, ബ്രേക്ക് ഇൻസ്പെക്ടർ. അയാൾ നേരം പിടിച്ചിട്ടല്ലേ ഉള്ളൂ, ഇനി ഇന്ന് അയാൾ പിടിക്കോ? നോക്കട്ടെ. നോക്കണ്ട, തന്നാ മതി. എന്നാലേ അളവെടുക്കാം. ये भी आ रही है वहां पर है എപ്പോഴാ എത്താന്നൊന്നും പറയാൻ പറ്റില്ല. എത്തിയാ എത്തി, അങ്ങനെ ചെല്ലേ. മുതലാളി, ഏ? ആ,
भाग रहा था उसको देख के കാലൊന്നും പോയിട്ടില്ല. ഫലത്തിൽ മുഴുവനായിട്ടും പോയി. പ്രസിൽ എനിക്ക് ഇനി ഒരിക്കലും ജോലി കിട്ടില്ല എന്ന് ഉറപ്പായി. പോയ കാര്യം 50,000 ഉറുപ്പിക. അതെ ഹംസേ, 50,000 രൂപ. അതുകൊണ്ട് ഞാൻ തന്നെ ഇപ്പൊ കണ്ടക്ടർ. സത്യം പറഞ്ഞാൽ അതിൽ ചുരുങ്ങിയത് ഒരു 2 പവനെങ്കിലും കൊടുക്കണം. പിന്നെ എനിക്കൊരു ജീവിതമാർഗം വേണ്ടേ? നടക്കാനൊക്കാത്ത ഞാൻ എന്ത് തുണിക്കട മാത്രമാക്കണ്ട, അതിന്റെ അടുത്തൊരു സിനിമാളും തൊട്ടടുത്തൊരു പെട്രോൾ പമ്പും ഇവിടെ എവിടെയെങ്കിലും ഒരു 10-300 ഏക്കർ റബ്ബർ എസ്റ്റേറ്റ് വാങ്ങി തന്ന വീട്ടിൽ തന്നെ ഇരുന്നാൽ മതിയല്ലോ. इससे से मांगने वाला ये रुपए बस से फायदा उठा रहे ബസ് പുറപ്പെടാറായി. പ്ലീസ് നാളെ വരൂ. എപ്പോഴും അങ്ങനെ പറഞ്ഞിരുന്നല്ലോ. ശരി. क्या भयंकर भिखारी नहीं होते मांगते रहते हैं वही आदमी उसका अंकल നിർത്തണ്ട, വിട്ടോ വിട്ടോ. अबे बेटा नहीं उसे അല്ലെ അയാൾ ഷാപ്പിൽ കൊണ്ടു കൊടുക്കും. സാറ് വന്നാട്ടെ. अबे എവിടെ? कहाँ चला ഷാപ്പിലേക്കാ? गया അല്ല വീട്ടിലേക്ക്. वो? घर चला गया वो ഇതാ വീട്. हाँ इसी का पापा रहता शायद वो हाँ अबे ये तो ठीक है बिल्कुल अब ऐसे देख रहा हूँ। ऐसे ड्रामा कर रही थी वो देखो कि चला गया वो ഏതോ ബസ് ഇടിച്ച് കുറച്ച് ദിവസം ആശുപത്രിയിലായിരുന്നു. ഇപ്പൊ കുഴപ്പമൊന്നുമില്ല. ഇപ്പൊ നടക്കാനൊക്കെ പറ്റുമോ? ആ നടക്കാം. എന്തേ? നിനക്ക് അറിയാല്ലേ? നീ പോയിട്ട് ആ തുണി ഇങ്ങ് വാങ്ങിച്ചോണ്ടോ. ചെല്ലു ചെല്ലു. ആ പിന്നെ ഞാൻ ഇവിടെ നിപ്പുണ്ടെന്ന്. अब पता चल गया से ये ड्रामा ഒരു മിനിറ്റ് ഒഴിവില്ലായിരുന്നു വലിയേട്ടത്തി. രാത്രി വന്നാ പിന്നെ കാലത്ത് ബസ് എടുക്കാൻ വൈകും. ടയർ साइकिल चला रहा है अपने भाई से भी मदद नहीं मांगी उसने जब 100 रुपये चाहिए थे नहीं उसके भाई क्या करेंगे उसकी मदद वो खुद ही रुपए मांग रहे थे फिर आ गई भयंकर കാല് തീരെ വയ്യാതെ ഇത്രയും ദൂരം വരണമായിരുന്നു. ഓ, ചല അമ്പലക്കടവിൽ കേറി. നിന്നാ പോരായിരുന്നോ? എത്ര നേരം നിന്നു? ബസ് കാണാതായപ്പോ ഞാനിങ്ങ് പുറപ്പെട്ടു. उसका रहेगा इलाज उसका വെച്ച് നീട്ടുന്നത് ശരിയല്ലല്ലോ. എന്നുവെച്ചാ എന്ന് വെച്ചാല് തുണിക്കട, ബന്ധുവിന്റെ കല്യാണത്തിന് 2 പവൻ, അങ്ങനെ എന്തെല്ലാം പ്രശ്നങ്ങളാ കുട്ടിക്ക്. पता नहीं क्या करता है ഇരിക്കും. എനിക്ക് വേഗം പോണ്ടതാ. ആയിക്കോട്ടെ. ഈ ക്രച്ചസിന് എന്ത് നോക്കട്ടെ എന്ന്. ഓഹോ, ഇത് വെറും കമ്പാണല്ലേ? വലിയ ചെലവൊന്നും ആയിട്ടില്ല. ാണ് അപ്പൊ അവര് പറയുന്നത് ഈ സ്ഥിതി ഇങ്ങനെ തുടർന്ന് പോവാണെങ്കിൽ കാല് പഴുത്ത് ആൾ ഒന്നടങ്കം പറയുന്നത് उसे കുട്ടിയുടെ കാല് മുറിച്ചു കളയണമെന്നാണ്. എന്നിട്ടൊരു 1-ാം തരം ഒറിജിനൽ കാലാണെന്നേ തോന്നൂ. നടക്കാനാണെങ്കിൽ ഈ കാലിനെക്കാട്ടിലും നല്ല സുഖമാണ്. എത്ര ലക്ഷം രൂപ ചെലവായാലും വേണ്ടില്ല. ओ डॉक्टर्स की टांग काट കാല് ശരിയാവണ്ടേ? വേണ്ടെന്ന് ആര് പറഞ്ഞു? ആ ഏതെങ്കിലും നാട്ടുവൈദ്യന്മാരെടുത്തുനിന്ന് കഷായം കുടിച്ചു നോക്കാം. നിങ്ങൾ രൂപ തന്നോണ്ടിരുന്നാ മതി. രാജസ്ഥാൻ ജയ്പൂർ കാല് വെച്ച് നല്ല ജീവിതം ആരംഭിക്കാം. ഏതായാലും ഓട്ടോ ഉണ്ടല്ലോ, നമുക്ക് ഇപ്പൊ തന്നെ ഡോക്ടർ അടുത്ത് പോവാം. വേണ്ട, ഇപ്പൊ വേണ്ട. उसकी हालत खराब हो गई अब उठ भी नहीं सकती उसने बिठा दिया उसे भाग गई ദേ ക്രച്ചസ്. നീ വന്നേ. നീ സൈക്കിൾ കൊണ്ട് കൊടുത്തേ. തേർഡ് ഗിയർ വല്ലാതെ സ്ലിപ്പാകുന്നുണ്ടല്ലോ. ये याद में आया था उस दिन है हाँ പറഞ്ഞില്ലല്ലോ. ബാക്കിലൊരു സീറ്റ് നാശകൂടാലി ആയിട്ടുണ്ട്. അത് നമുക്ക് മാറ്റാൻ പോലെ. നമുക്കത് മാറ്റണ്ട. മതി 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 മതി. അപ്പൊ എന്റെ അഡ്രസ് തരട്ടെ. വേണ്ട, ഞാൻ അന്വേഷിച്ച് കണ്ടുപിടിച്ചോളാം. അത് നമ്മൾ ഒഴിവാക്കാനുള്ള പരിപാടിയാണല്ലോ മുതലാളി. ഇല്ലെങ്കിൽ ട്രിപ്പ് മാത്രമല്ല എന്നേക്കും ഓട്ടം കളിക്കും. എന്റെ സ്വഭാവം നിങ്ങൾക്ക് അറിയില്ല. ആവശ്യമില്ലാത്ത കാര്യമൊന്നും പറയണ്ട. അതെ പ്രഭാകരൻ സാർ, എന്റെ ഹംസ ഒന്ന് ദേ, ദേ, ദേ. ഹലോ ഹലോ ഹലോ, क्या कर रहे ഒന്ന് മാറിയുന്നേ. അതിന്റെ മോളിൽ കയറി ഡാൻസ് കളിക്കണ്ട. ഇനിയിപ്പോ ഡ്രൈവറെയും ക്ലീനറെയും കൂടെ ഒഴിവാക്കിയിട്ട് ഒക്കെ വീട്ടുകാരെ കൊണ്ട് ജയിക്കാമെന്നായിരിക്കും.
അതെ എന്റെ ഇഷ്ടാ, അങ്ങനെ പാടില്ല. അതെ, ആദ്യത്തെ ആളെ പിരിച്ചുവിട്ടല്ലേ നിങ്ങൾ കണ്ടക്ടറായത്? ആദ്യത്തെ ആള് എവിടെ അവൻ എന്റെ കൈ കിട്ടിയുണ്ടല്ലോ. कंडक्टर की कंप्लेन है, वो तो रुपए लेके भाग गया था। एक तो वो इसका रुपए लेके भागा, അവൻ കാരണമാ ഞാൻ ഇന്ന് കടക്കാരനായത്, അറിയോ? ഒരു കാര്യം ഞാൻ इसी പറയാം, को वो कर रहा हूँ। ജോലിയിൽ നിന്ന് ഇറക്കി വിട്ടതിന് ജോലി ഇറക്കി വിട്ടതല്ല, വേണം പിരിച്ചുവിട്ട അന്ന് മുതലുള്ള ശമ്പളം തിരിച്ചെടുക്കുന്നില്ലെങ്കിൽ കോമ്പൻസേഷൻ. മണ്ണാൻ കട്ട अबे ഞാൻ കൊടുക്കാം. അതിനു മുമ്പ് എനിക്ക് सैलरी भी और कंपनसेशन भी मांग रहा है। അപ്പൊ സീറ്റിന്റെ കാര്യം എന്റെ ആശാന ഇയാളൊന്ന് പോയേ. വീട്ടിന്റെ पार्ट्स लगवाता है शायद बसों के, इसलिए पीछे पड़ा उसके। ഇത് വൈകരുത് കേട്ടോ. എന്താ ഞാൻ വന്നിട്ട് വേണം തന്നെ കുളിപ്പിക്കാൻ? हाय ഡോ ഹംസേ, അവന്റെ കാരണം ഞാൻ ഒന്നും ചെയ്യുന്നില്ല. എന്താപ്പാ അത്? എന്തോ हैं എന്താണെന്ന് അറിഞ്ഞില്ല. कौन आ गया? कहाँ पे कौन है ये? अच्छा ये उसी का पापा है, उस लड़की का। शराबी तो नहीं था इसका पापा कहीं? हाँ शराब पीता रहता ना काफी। പിന്നെ കണ്ടിച്ചാടാ സീരിയസ് ആണെങ്കിലേ तिरकी നമുക്ക് ബസ് रहती है എടുക്കാം, ना, तब वो ആശുപത്രി वो കൊണ്ടേ भूल കൊണ്ടുപോകാം. गया था। अरे ക്ഷണിച്ചില്ലല്ലോ, ഒരു ഇടി വെച്ച് കഴിഞ്ഞ ഇടിക്കും. ഇന്ന് ആരും വന്നില്ലെങ്കിൽ കുടിക്കാൻ കുടിക്കുന്നത് തെറ്റാണെന്ന് പറഞ്ഞ് ഉപദേശിക്കാൻ നീ ആരടി? ദാഹം തീർക്കാനായി മനുഷ്യർക്ക് ഇവിടെ സ്വയമായിട്ട് ജീവിക്കണം. അതെ ചേട്ടാ, എണീറ്റാട്ടാ. നാടകം കണ്ടു കഴിഞ്ഞില്ലേ, ഇനി പൊയ്ക്കൂടെ? പോടാ. अकेले रहती है, इसके भाई बहन नहीं होंगे क्या? കഴിഞ്ഞതൊക്കെ ഞാനൊരു തമാശയായിട്ടേ കരുതിയിട്ടുള്ളൂ കേട്ടോ. അച്ഛൻ എനിക്കൊന്നും വേണ്ട. എന്താ? നേര് പറഞ്ഞാൽ ഞാൻ എന്തൊക്കെയാ കാണിച്ചു കൂട്ടിയെന്ന് എനിക്ക് തന്നെ നിശ്ചയമില്ല. ഏയ് പാലിക്കാതിരുന്നപ്പോ എനിക്ക് നിങ്ങളെ ഒന്ന് പറ്റിക്കണമെന്ന് തോന്നി, അത്രേ ഉള്ളൂ. അയ്യോ കുട്ടി, ഞാനത് മനഃപൂർവ്വമായിരുന്നില്ല. കുട്ടിക്ക് എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ എന്നോട് ചോദിക്കാം. എന്നോട് ചോദിക്കണ്ട, ഞാൻ തന്നോളാം. ബീഫ് കഴിക്കണമെങ്കിലേ കൊളംബോ ഹോട്ടലിൽ നിന്ന് കഴിക്കണം. എന്റെ ജീവിതത്തിൽ ഇതുവരെ ഇത്രയും നല്ല ബീഫ് फिर आ गया। വന്നല്ല. നാരായണട്ടന്റെ കാല് പിടിച്ച് ഞാൻ വീണ്ടും ഹോട്ടലിൽ കയറി. മുരളേട്ടാ, ഈ എച്ചിലെല്ലാം എടുത്തെടുത്ത് എന്റെ ജീവിതം. ഞാൻ കണ്ട കാര്യം പറയാണ്, കുഴപ്പത്തിനൊന്നും നിൽക്കണ്ട. നമ്മളെ കണ്ടക്ടർ വത്സനല്ലേ, ആ കടന്റെ മുമ്പിലൊക്കെ ഉണ്ട്. अबे वहाँ खड़ा हो रहा वो कंडक्टर। उसकी धुनाई कर दी उसने ढंग से। अपल बात तो करता ही है उससे, अब वो भाग गया। नहीं पा जाएगा वो उन यूनियन वाले के पास। തനി കാത് കേട്ടൂടെ? ഓ, എന്നോടായിരുന്നോ? അയ്യോ, ഞാൻ മുതലാളിയൊന്നും അല്ല. ഒന്നുമില്ല, താങ്കളുടെ യൂണിയൻ ഒരു തീരുമാനമെടുത്ത സ്ഥിതിക്ക് എനിക്ക് വേണ്ടി ഒന്നും മാറ്റണ്ട. തീരുമാനം നടപ്പിലായാൽ अब तो ओनर भी नहीं है। ഉത്തരവാദിത്തമുള്ള ഒരു യൂണിയൻ ആയിരുന്നെങ്കിൽ ആ കള്ളൻ കട്ടുകൊണ്ടുപോയ എന്റെ കാശ് തിരികെ വാങ്ങിച്ചു തരണമായിരുന്നു. ഒരു കള്ളം 100 തവണ സുഹൃത്തെ, ആകെ മുങ്ങിയാൽ കുളിരില്ല എന്ന് കേട്ടിട്ടില്ലേ? ആ ഒരു അവസ്ഥയിലാണ് ഞാൻ. നിന്റെ കുളിര് മാറ്റേണ്ട എങ്ങനെയാണെന്ന് ഞങ്ങൾക്കറിയാവടാ. എടാ ചോട്ടാ നേതാവേ, മൂർഖം പടമെടുക്കുന്ന കണ്ടാ മനസ്സിലാവും. ഞാഞ്ഞൂല അതിനെ ശ്രമിച്ചാലേ കാണാൻ മഹാവൃത്തിയോടായിരിക്കും. അവസാനമായിട്ട് പറയുക, പട്ടി വരും. ഓഹോ, അപ്പൊ പിന്നെ രക്ഷയില്ല. നമുക്ക് തെരുവ് വെച്ച് കാണാം. കാണാം, എവിടെ വെച്ച് വേണേലും കാണാം. ഇപ്പൊ കാണണോ? കാണാം. पैसे साथ झगड़ा कर दिया। पता नहीं क्या करेंगे वो। തൊഴിലാളി ഐക്യം സിന്ദാബാദ്. रास्ते में खड़े हो गया।
ഗൾഫുകാര മൂരാച്ചി ഇത് കേരളമാണ് സൂക്ഷിച്ചോ. कैसे ड्रामा कर रहा है एंकर ഗൾഫുകാര മൂരാച്ചി ഇത് കേരളമാണ് സൂക്ഷിച്ചോ. आखिरी ड्रामा कर रहा है क्या टूट गया തൊഴിലാളി ഐക്യം സിന്ദാബാദ്, തൊഴിലാളി ഐക്യം സിന്ദാബാദ്. बहुत चालक है ये ड्राइवर ना इसका 1 रुपए लेके भाग गया जैसे पुलिस कंप्लेन करानी चाहिए थे ना കേരളമാണ് സൂക്ഷിച്ചോ. ഗൾഫുകാര മൂരാച്ചി ഇത് കേരളമാണ് സൂക്ഷിച്ചോ. जैसे पता है ശരിക്കും രണ്ടും കൊടുക്കേണ്ടതായിരുന്നു. ശരിയാ. തൊഴിലാളി ഐക്യം സിന്ദാബാദ്. वही है क्या शायद इंस्पेक्टर तो नहीं हाँ वही है शायद ना 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 कोई और है कोई और है। അടികൊണ്ടും വെടികൊണ്ടും അടിച്ചമർത്താൻ നോക്കണ്ട. ഇതെന്ത് കോംപ്രമൈസിന് അത് തടസ്സമാവണ്ടല്ലോ എന്ന് കരുതിയ ഗൾഫ് മോട്ടോഴ്സ് ഇതാ ദുബായിക്കാരൻ്റെ അല്ലേ? അതെ, അവൻ മഹാപെ ഞങ്ങളുടെ മെമ്പറെ പുറത്താക്കിയ പിന്നെ അവൻ തന്നെയാ കണ്ടക്ടർ. ഒരു ഗൾഫുകാരൻ കണ്ടക്ടർ ആകാന്ന് വെച്ചാൽ അവന്റെ സിറ്റുവേഷൻ മോശമായി. तो समझ में नहीं आ रहा कंडक्टर कैसे बन गया കടിച്ചാ തിരിച്ചു കടിക്കാൻ എനിക്കറിയാം. ഓഹോ, ആള് വലിയ വാശിയിലാണല്ലോ. ആണെങ്കില് तो लेबर ऑफिसर है समझ रहे हैं ഓഫീസിലേക്ക് പോകുന്ന വഴിയാ. എന്റെ അനുഭവത്തിന്റെ വെളിച്ചത്തിൽ പറയാ, സമരം എത്രത്തോളം നീളുന്നോ അത്രത്തോളം ക്രോണിക് ആവും. कॉम्प्रोमाइज है വൈരാഗ്യം തീർക്കാൻ അയാളെ റോഡിലിട്ട് തല്ലിച്ചതച്ചു. സാറ് വിളിച്ചുകൊണ്ട് ഞങ്ങൾ വന്നതാ. ഇയാൾ ധിക്കാരിയാണ്, ചെന്നാണ് ഇയാൾ. അല്പ സംയമനത്തോടെ സംസാരിച്ചാൽ കൊള്ളാം. തൊഴിലാളിയെ പിരിച്ചുവിടാൻ വേണ്ടി മുതലാളിമാര് പല കള്ളക്കഥകളും ഇതുവരെ കേട്ടതിൽ നിന്ന് യൂണിയനോട് അത്രമാത്രം വൈരാഗ്യം ഉണ്ടാകേണ്ട കാര്യം മിസ്റ്റർ മുരളീധരൻ ഇല്ല. വത്സനെ തിരിച്ചെടുക്കണമെന്ന് ഞാൻ अब बता रहा ना आपके बारे പിന്നിൽ നിന്ന് കുത്തിയത്. രൂപ കെട്ടത് സത്യമായിരുന്നെങ്കിൽ എന്തുകൊണ്ട് പോലീസിൽ കംപ്ലൈന്റ് ചെയ്തില്ല? അതൊന്നും തന്നെ പോലുള്ളവർക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. അത് മനസ്സിലാവണമെങ്കിൽ അല്പം एविडेंस होना चाहिए कुछ ഇപ്പൊ മനസ്സിലായല്ലോ. അതുകൊണ്ടാ അനുരഞ്ജനം വേണ്ടെന്ന് ഞാൻ പറഞ്ഞത്. എന്ന് പറഞ്ഞാൽ എങ്ങനെയാ? അമ്പലക്കടവിലേക്കുള്ള ഒരേ ഒരു ബസ്സാ അത്. യാത്രക്കാർ നടന്നു മാപ്പ് പറയണം, दोबारा से പിരിച്ചുവിട്ട drop അന്ന് हो മുതലുള്ള നഷ്ടവും കൊടുക്കണം. സർ, ഞാനൊരു കോംപ്രമൈസിന് തയ്യാറാണ്. कंपनसेशन कट हुआ है, चाहिए जो- फालतू का हाँ जो हाँ लेके इसके रुपए वो തൊഴിലാളികളുടെ ചോര കുടിച്ച് വളർന്ന അട്ടയാണ് നീ. മിസ്റ്റർ മുരളീധരൻ, ഈ ഓഫീസിൽ വെച്ചായതുകൊണ്ട് തൽക്കാലം തന്നെ ഞാൻ വെറുതെ വിടും. എവിടെ വരണമെന്ന് പറയടാ, ഞാൻ അവിടെ